ഹലോ 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 എന്താടേ എന്താ ചിരിക്കുന്നത്? ഞങ്ങളുടെ സ്കിറ്റ് വല്ലതും കണ്ടായിരുന്നോ? സ്കിറ്റ് കണ്ടിട്ട് ഞാൻ ചിരിക്കുവോ? പിന്നെന്താ ഇപ്പൊ ചിരിച്ച? പിന്നെ അത് നിങ്ങളുടെ സ്കിറ്റ്, ഞാൻ ചിരിക്കണം. പിന്നെന്താ ചിരിച്ചെന്താണെന്ന് ചോദിച്ചത്? ചിരിച്ചെന്തിനാന്നോ? നിങ്ങളുടെയൊക്കെ അവസ്ഥ ഓർത്ത് ഞാൻ ചിരിച്ചതാണ്. എന്തിനവസ്ഥ? നിങ്ങളെല്ലാവരും ഇപ്പൊ മരിക്കാൻ പോവുകയാണ്. മരിക്കാൻ പോവുകയാണ്. മരിക്കാൻ പോകുന്നു? ആ, എന്നെ മനസ്സിലായില്ല? മനസ്സിലായില്ല. ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? വയറ് കുറയ്ക്കാനുള്ള മെഷീൻ അല്ലേ? ഇതല്ല, പിന്നെ ഇതാണ് ബെൽറ്റ് ബോംബ്. ബെൽറ്റ് ബോംബാ? ഞാനൊരു തീവ്രവാദിയാണ്. തീവ്രവാദിയാണ്. നിങ്ങൾ തീവ്രവാദികൾ ഇങ്ങനെ മലയാളം സംസാരിക്കൂ? പിന്നെ മലയാളത്തിൽ സംസാരിക്കുന്ന എന്താ കുഴപ്പം? എന്താ? ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് ഭാഷ സംസാരിക്കാൻ അറിയാം. ഞാൻ എന്നാ കൊങ്ങണിയോ തെലുങ്കോ നിങ്ങളോട് സംസാരിക്കട്ടെ, നിങ്ങൾക്ക് മനസ്സിലാവുമോ? അതില്ല. അപ്പൊ പിന്നെ മലയാളത്തിൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ, നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ ഞാൻ സംസാരിക്കുന്നത്. ഓ, അത് ശരി. ഞങ്ങൾക്ക് ഒരുപാട് ഭാഷ അറിയാം. ആയിക്കോട്ടെ. ആ, ഇപ്പൊ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? പറയൂ. ഈ ബെൽറ്റിലുള്ള ബോംബ് പൊട്ടി നിങ്ങൾ മരിക്കും. അത് ശരി. ബോംബ് പൊട്ടിയാൽ ഞങ്ങൾ, അപ്പൊ ബെൽറ്റ് പൊട്ടിയാലോ? ബെൽറ്റ് പൊട്ടിയാൽ പാൻറ് ഉരി പോകും. ഈ മാതിരിയുള്ള അനാവശ്യ ചോദ്യങ്ങൾ പറഞ്ഞാൽ അതിന് മറുപടി പറയുന്നത് ഈ തോക്കായിരിക്കും. അതെന്താ, നിന്റെ വായി നാക്കില്ലയോ? ഒരു തീവ്രവാദിയോട് കോമഡി വേണ്ട കേട്ടോ. അല്ല, ഇത് ഇപ്പൊ വന്ന് നമ്മളെല്ലാം നശിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്താ പ്രയോജനം? എനിക്കെന്താ പ്രയോജനമെന്നോ? ഞാൻ ഈ ബോംബ് പൊട്ടി ഇവിടെ ഒരു വലിയ സ്ഫോടനം ഉണ്ടാക്കിയാൽ എനിക്ക് 1 ലക്ഷം രൂപ കിട്ടും. 1 ലക്ഷം രൂപ. ഈ ബോംബ് അരെ കെട്ടിവെച്ച് തന്നിട്ട് ബോസ് എനിക്ക് 25,000 രൂപ അഡ്വാൻസ് തന്നു. ഇനി ഇത് പൊട്ടിച്ചിട്ട് വേണം, നിങ്ങളെ എല്ലാം കൊന്നിട്ട് വേണം എനിക്ക് ബാക്കി 75,000 പോയി മേടിക്കാൻ. അപ്പൊ നിങ്ങൾ മരിച്ചു പോകത്തില്ലേ? ആര്? നിങ്ങൾ മരിച്ചു പോകത്തില്ലേ? മാത്രമല്ല നിങ്ങളുടെ ഭാര്യ ആര് നോക്കും? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവളെ നോക്കാൻ ഒരുപാട് പേരുണ്ട്. പിന്നെ ആ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ വേണ്ട. ഇനി ഞാൻ ഇത് പൊട്ടിത്തെറിച്ച് നമ്മളെല്ലാവരും മരിച്ചിട്ട് വേണം എനിക്ക് ബാക്കി 75,000 പോയി മേടിക്കാൻ. മനസ്സിലായില്ലേ? മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയോ പൈസ മേടിക്കുന്നത്? ആനാ കുഴപ്പമില്ല. അയ്യോ, അത് ശരിയാണല്ലോ. അപ്പൊ ഇത് വേണ്ട, ഇത് അപകടമാണ്. എന്നാലും ഞാൻ ഒരു തീവ്രവാദികൾ ഒരു ദൗത്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യുക എന്നുള്ളത്, അത് തല പോയാലും ഞങ്ങളുടെ പോളിസിയാണ്. ഞാനിത് എനിക്ക് സ്വയം പൊട്ടിത്തെറിക്കണം. അതായത് ഒരു തീവ്രവാദിയുടെ സ്വപ്നമാണ് സ്വയം പൊട്ടിത്തെറിക്കുക എന്നുള്ളത്. പൊട്ടിച്ചിരിക്കണമെങ്കിൽ അങ്ങോട്ട് മാറി സ്കിറ്റ് വരും, അത് കണ്ടിച്ചിരിക്കാം. തോക്കിന്റെ പാത്തി വെച്ച് എറിഞ്ഞാൽ കൊല്ലും. പൊട്ടിച്ചിരിക്കണം ആര് പറഞ്ഞു? പിന്നെ സ്വയം പൊട്ടിത്തെറിക്കണമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ദൂരെ എവിടെയെങ്കിലും പോയി പൊട്ടിത്തെറിച്ച് മരിക്കൂ? പറ്റില്ല, ആൾക്കൂട്ടത്തിനിടയിൽ പോയി എനിക്ക് പൊട്ടിത്തെറിക്കണം. അത് വല്ലാത്ത സൂക്കേടാണല്ലോ. ഞാൻ പോകുമ്പോൾ എല്ലാത്തിനെയും കണ്ടാ ഞാൻ പോത്തുള്ളൂ. അതിരിക്കട്ടെ, നിങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് വന്നത്? ഞാൻ എങ്ങനെ ഇങ്ങോട്ട് വന്നു? ഹെലികോപ്റ്ററിൽ നിന്ന് ചാടി ചൂട്ടയിൽ ഇവിടെ വന്നു. പാരച്ചൂട്ടില്ല? പാരച്ചൂട്ടല്ല, പിന്നെ ഹെലികോപ്റ്ററിൽ നിന്ന് ചാടിയത് ഒരു തെങ്ങിന്റെ മണ്ടയ്ക്കായിരുന്നു വീണു. അവിടുത്തെ ഒരു ചൂട്ടും പറിച്ചുണ്ട്. തീവ്രവാദത്തിന് മുമ്പ് എന്ന് പല്ലിളിച്ച് കാണിക്കുന്നു. ഇപ്പോൾ ഞാൻ 5 മുതൽ 1 വരെ എണ്ണും. 0-ൽ എത്തുമ്പോൾ ഈ ബോണ്ട പൊട്ടിത്തെറിക്കും. ബോണ്ടയല്ല, ബോംബ്. ഈ ബോംബ് പൊട്ടിത്തെറിക്കും. നമ്മൾ ഇതുവരെ തമാശയായിട്ട് കരുതിയിരുന്നത്. മിണ്ടരുത്, അങ്ങനെ ചെയ്യരുത്. മിണ്ടരുത്, ചെയ്യും. സുധി, അവസാനമായിട്ട് എന്തെങ്കിലും കോമഡി പറയൂ. ഞാൻ ചിരിക്കട്ടെ. ചാവാൻ നേരത്താണ് കോമഡി പറയുന്നത്. അതെ, പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞോളൂ. ഇല്ലല്ല, നമ്മൾ പറയത്തില്ല. ഇത് പൊട്ടിക്കില്ല, പ്ലീസ്. പൊട്ടിക്കും. ഇല്ല, ഞാൻ പൊട്ടിക്കും. ഞാൻ എണ്ണാൻ പോവുകയാണ്. എല്ലാവരും കണ്ണടച്ചിരുന്നോളൂ, എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. 5 4 3 2 1 0. പൊട്ടിയില്ലല്ലോ. നാണം കെടുത്താതെ പൊട്ടിത്തെറിക്കടേ. അയ്യോ, ബാറ്ററി ഇടാൻ മറന്നുപോയി. ഒരു മിനിറ്റ്, ഒരു 40 രൂപ തരാമോ? 2 ബാറ്ററി മേടിച്ചോണ്ട് ഞാൻ ഒറ്റ ഓട്ടത്തിന് ഇനി വരാം. അതുവരെ നിങ്ങൾ ആരും എങ്ങും പോകരുത്. ഒരുത്തൻ ബോംബുമായിട്ട് വന്നു നമ്മളെ കൊല്ലാൻ. അവനെ കൈകാര്യം ചെയ്തേ.